ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ഇമോഷണൽ എംപതി. മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള മഹത്തായ ശക്തി. ജീവിതത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യരാരാണ്? കൂടുതൽ പണമുള്ളവനോ, കൂടുതൽ അറിവുള്ളവനോ, അല്ലെങ്കിൽ അധികാരമുള്ളവനോ? ഇവരാരുമല്ല. മറ്റൊരാളുടെ ഹൃദയം വായിക്കാൻ കഴിയുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തൻ. കാരണം ലോകം മാറുന്നത് വാദങ്ങൾ കൊണ്ടല്ല, മനസ്സിലാക്കപ്പെടുന്നതിലൂടെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇമോഷണൽ എംപതി എന്ന അതിശക്തമായ മനഃശാസ്ത്രപരമായ കഴിവിനെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ബന്ധങ്ങളെയും, നേതൃത്വത്തെയും, കുടുംബജീവിതത്തെയും, ജോലിയെയും, വ്യക്തിത്വത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. ഇമോഷണൽ എംപതി എന്താണ്? സഹതാപം അല്ലെങ്കിൽ സിമ്പതി എന്നത് ഒരാളുടെ ദുഃഖം കണ്ടിട്ട് പാവം എന്ന് പറയുന്നതാണ്. പക്ഷേ ഇമോഷണൽ എംപതി അതിനേക്കാൾ ആഴമുള്ളതാണ്. അത് നിൻ്റെ വേദന ഞാൻ കേൾക്കുന്നു, നിൻ്റെ വികാരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയാതെ പറയാൻ കഴിയുന്ന കഴിവാണ്. അത് മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ പഠിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമായത്? മിക്ക ആളുകൾക്കും ഉപദേശം വേണ്ട. അവർക്ക് ആദ്യം വേണ്ടത് ആരെങ്കിലും തന്നെ മനസ്സിലാക്കണമെന്നതാണ്. ഒരു കുഞ്ഞ് കരയുമ്പോൾ അത് കളിപ്പാട്ടം മാത്രമല്ല അന്വേഷിക്കുന്നത്, അമ്മയുടെ സാന്നിധ്യമാണ്. ഒരു സുഹൃത്ത് വിഷമം പറയുമ്പോൾ അവന് പരിഹാരം മാത്രമല്ല വേണ്ടത്, ആരെങ്കിലും വിധിക്കാതെ കേൾക്കണമെന്നതാണ്. അതാണ് ഇമോഷണൽ എംപതി. എംപതി ബന്ധങ്ങളെ ശക്തമാക്കുന്ന, പല വിവാഹങ്ങളും തകരുന്നത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഭർത്താവ് പറയുന്നു, ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഭാര്യ പറയുന്നു, എനിക്ക് സമയം തരൂ. രണ്ടും ശരിയാണ്. പക്ഷേ ഇരുവരും പരസ്പരം കേൾക്കാൻ പഠിച്ചാൽ മാത്രം ബന്ധം വളരും. എംപതി ഉള്ളിടത്ത് അഹങ്കാരം കുറയും, മനസ്സിലാക്കൽ കൂടും. നല്ല നേതാക്കളുടെ രഹസ്യം, ഒരു ബോസ് ജോലിക്കാരനോട് ഉത്തരവിടും, പക്ഷേ ഒരു യഥാർത്ഥ നേതാവ് ആദ്യം അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ടീം എന്തുകൊണ്ടാണ് ക്ഷീണിച്ചിരിക്കുന്നത്? എന്താണ് അവരുടെ പേടി? എന്താണ് അവരുടെ സ്വപ്നം? ഈ മനസ്സിലാക്കുന്ന നേതാക്കളെയാണ് ആളുകൾ ജീവിതകാലം മുഴുവൻ ഓർക്കുന്നത്. ഇമോഷണൽ എംപതി എങ്ങനെ വളർത്താം? ഒന്ന്, കേൾക്കാൻ പഠിക്കുക. പലരും കേൾക്കുന്നത് മറുപടി പറയാനാണ്, പക്ഷേ എംപതി ഉള്ളവർ കേൾക്കുന്നത് മനസ്സിലാക്കാനാണ്. ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തടസ്സപ്പെടുത്തരുത്, അവരെ മുഴുവൻ പറയാൻ അനുവദിക്കുക. ചിലപ്പോൾ നിശബ്ദത പോലും വലിയ ആശ്വാസമാണ്. രണ്ടാമത്, വിധിക്കരുത്. നമുക്ക് ഒരാളുടെ ജീവിതത്തിലെ 5 മിനിറ്റ് മാത്രമേ കാണാൻ കഴിയൂ, പക്ഷേ അവരുമായി ജീവിതത്തിൽ വർഷങ്ങൾ നമുക്കറിയില്ല. അതുകൊണ്ട് വേഗത്തിൽ വിധി പറയുന്നത് ഒഴിവാക്കുക. ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. മൂന്നാമത്, സ്വയം ചോദിക്കുക, ഞാൻ അവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ അനുഭവിച്ചേനെ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കും. ചെറിയ കരുണാപ്രവർത്തനങ്ങൾ ചെയ്യുക. ഒരു പുഞ്ചിരി, ഒരു ആശ്വാസവാക്ക്, ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഇവ ചിലപ്പോൾ ഒരാളുടെ ജീവിതം തന്നെ മാറ്റാം. എംപതി ദൗർബല്യമല്ല. ചിലർ കരുതും എംപതി കാണിച്ചാൽ ആളുകൾ നമ്മെ ഉപയോഗിക്കും. അത് തെറ്റാണ്. എംപതി എന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കാനല്ല, മറ്റുള്ളവരുടെ വികാരങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് സ്വന്തം
അതിരുകളും കാത്തു സൂക്ഷിക്കുന്നതാണ്. കരുണയും വ്യക്തമായ പരിധികളും ഒരുമിച്ച് നിലനിൽക്കാം. എമ്പതി ഇല്ലാത്ത ലോകം. ഒരിക്കൽ ചിന്തിച്ച് നോക്കും. ആരും ആരെയും കേൾക്കുന്നില്ല, ആരും ആരെയും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ കുടുംബങ്ങളും സമൂഹവും ജോലിസ്ഥലങ്ങളും തകരും. അതുകൊണ്ടാണ് ഇമോഷണൽ എമ്പതി ഒരു വ്യക്തി ഗുണം മാത്രമല്ല, ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ്. ഒരു ചെറിയ കഥ. ഒരു അധ്യാപകൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ ഉറങ്ങുന്ന ഒരു കുട്ടിയെ ശകാരിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആ കുട്ടിയോട് ശാന്തമായി ചോദിച്ചു, നിനക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ, രാത്രി മുഴുവൻ ആശുപത്രിയിൽ അമ്മയുടെ അടുത്താണ് ഞാൻ. ആ ഒരു നിമിഷം അധ്യാപകൻ്റെ സമീപനം പൂർണ്ണമായി മാറി. നാം ഒരാളുടെ കഥ അറിയാതെ അവരെ വിധിക്കുമ്പോൾ തെറ്റാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ അവരുടെ ജീവിതം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളും മാറും. ജീവിതപാഠം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് ഒരാളെ അവർ ആരായിരിക്കുന്നത് പോലെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, സമയം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല. പക്ഷേ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ്. ആ വിശ്വാസം വളർത്തുന്നത് എമ്പതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തൂ. കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് കൂടുതൽ കേൾക്കൂ. വിധി പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഓരോ മനുഷ്യനും ചിരിയുടെ പിന്നിൽ ഒരു കഥയുണ്ട്. ഓരോ നിശബ്ദതയ്ക്കും പിന്നിൽ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ലോകത്തെ യഥാർത്ഥത്തിൽ മാറ്റുന്നത്. അതുകൊണ്ട് ഓർക്കുക, ബുദ്ധി നിങ്ങളെ വിജയിപ്പിക്കും, പക്ഷേ ഇമോഷണൽ എമ്പതി നിങ്ങളെ മനുഷ്യരുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരം പ്രചോദനാത്മകവും ജീവിതം മാറ്റിമറിക്കുന്നതുമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നന്ദി. വീണ്ടും കാണാം മറ്റൊരു പ്രചോദനാത്മക വീഡിയോയുമായി. ബൈ.